നടന്നില്ലെന്നേ. ഞാൻ മുതലാളിനെ കാണാൻ ദേവസ്വം പറഞ്ഞു വിട്ടിട്ടുണ്ട്. ചന്ദ്രനെ കണ്ടറപ്പേലെ അവിടെ ഉണ്ട്. ചന്ദ്രു, എത്ര ദിവസമായി നീ ഞങ്ങളുടെ വീട്ടിലേക്കൊന്ന് വന്നിട്ട്? രവി പോയെങ്കിലും ദൈവം എനിക്കൊരു മോനെ കൊണ്ടു തന്നു എന്നുള്ളൊരു സമാധാനം ഉണ്ടായിരുന്നു. എന്ത് തെറ്റാ നിന്നോട് ഞങ്ങൾ ചെയ്തത്? കാര്യം എന്താന്ന് പറ. ഞങ്ങൾക്ക് ആരുമില്ല. ചന്ദ്രുവിന്റെ കയ്യിൽ നിന്ന് കാശ് വാങ്ങാനല്ലടാ. മോങ്ങാതെ കാര്യം എന്താ വെച്ചാ പറഞ്ഞേ. കാശ് വല്ലതും വേണോ? പിന്നില്ലാതെ ഞങ്ങൾക്ക് ആരാ തരമുള്ളത്? ആ പെണ്ണാണെങ്കിൽ ദിവസം ചോറും കറി വെച്ച് കാത്തിരിക്കുക. കുമാര, പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? എന്ത് എടി ശാന്തേ, നീ എന്നെ കണ്ടറിയില്ലേ? നിങ്ങളല്ല ഞങ്ങളെ കണ്ടറിയാത്തെ. ആഹാ. ഓ മോനെ, രാത്രി ചോറ് തിന്നാൻ പറഞ്ഞിട്ടാ. അറിയോ? ഓ ആർക്കറിയണം. അകത്ത്. നിന്റെ സമയം. അകത്ത് 5 രൂപ, പുറത്ത് 5 രൂപ. അകത്ത് 5 രൂപയും കൂടി. എന്താ വച്ച് നോക്കുന്നോ? വേണ്ട. എന്താ കാശ് പോകുന്ന പേടിച്ചാ? പേടിച്ചിട്ടൊന്നുമല്ല. എന്ത് പേടിക്കാനാ? ഒരുപാട് കളിച്ചു കളഞ്ഞിട്ടുള്ളതാ. ഈ നാട്ടിൽ നിന്ന് തലവരി പോണേ കാശ് കുറെ വേണം. കളിച്ചു കളഞ്ഞാൽ ശരിയാവില്ല. നമ്മുടെ നാടത്ര മടുത്തോ? മടുത്തിട്ടൊന്നുമല്ല, പോണം. നിങ്ങളെ തിരക്ക് ഒരാൾ വന്നിരിക്കുന്നു. ആരാ? എനിക്കറിയില്ല, ഞങ്ങളുടെ കടയിലിരിക്കുന്നുണ്ട്. ആരാ ചന്ദ്രു? വല്ല പെണ്ണുംകുട്ടിയും മറ്റോ ആണോ? ഇവിടെ ഉണ്ട്. ചേച്ചി, ചായയുടെ കാശ്. വാപ്പട കഴിഞ്ഞപ്പോ മോനായോ? ഞാനങ്ങോട്ട് വരും. വന്നാ വണ്ടി വിറ്റിട്ടായാലും നിങ്ങളുടെ പൈസ തരും. ഞാൻ വന്നത് കാശ് ചോദിക്കാനല്ല. വാപ്പ മയ്യത്തായി. കഴിഞ്ഞ വെള്ളിയാഴ്ച. അത്താഴം കഴിച്ചിരിക്കായിരുന്നു. പെട്ടെന്നൊരു ഏമ്പക്കവും നെഞ്ചുവേദന ഉണ്ടായി. ആശുപത്രിയിൽ എത്തുന്നതിന് മുമ്പ് കഴിഞ്ഞ്. ഒന്നും അറിയിക്കായിരുന്നില്ല. പറ്റിയില്ല. വണ്ടിയുടെ ബുക്കും പേപ്പറും ഞാൻ പിന്നെ വാങ്ങിച്ചോളാം. പണമൊക്കെ തന്നിട്ട്. അതുണ്ടാവുമ്പോ മതി. മരിക്കണതിന് മുമ്പ് വാപ്പ ഒരു കാര്യമേ പറഞ്ഞുള്ളൂ. ചന്ദ്രുവിനെ ബുക്കും പേപ്പറും ഏൽപ്പിക്കണമെന്ന്. നിങ്ങളെ വലിയ ഇഷ്ടമായിരുന്നു വാപ്പാക്ക്. ഓട്ടെ. ആരാ മരിച്ചത്? കരയാ?
പോണ്ടേ? ഒന്ന് വേഗം വാ, രമണിക്ക് ദണ്ണളകി. എന്ത് കണ്ണം? നിങ്ങൾക്കറിയില്ലേ? ഞാനെങ്ങനെ അറിയാനാ? പേറ്റുനോവ്. ആ, അതിപ്പോ ഞാനെന്ത് വേണം? നാണിത്തള്ള പഠിച്ച പണി 18 നോക്കി, നടന്നില്ല. അവളെ ആശുപത്രി കൊണ്ടോണം. എനിക്ക് പറ്റുമൊന്നുമില്ല. പറ്റില്ലെന്നോ? പിന്നെ ആരാ കൊണ്ടുപോവാ? ദേ, കളിക്കാനുള്ള കാര്യമല്ല കേട്ടോ. ഒന്ന് വേഗം വണ്ടി കൊണ്ട് വാ, അല്ലെങ്കിൽ അവള് ചത്തുപോവും. ഓരോ നാശങ്ങൾ കേറ്. ആ, നിന്റെ അമ്മയെ ചൂടാനായിട്ട് ആ ചൂട്ടുകരകളടി. ഗുരുവായൂരപ്പ, ചന്ദ്രുവിനെ കാണാനില്ലല്ലോ. ആപത്തൊന്നും വരുത്തല്ലേ. ദേ, ചന്ദ്രു വരുന്നുണ്ട്. വേഗം മോളെ കൊണ്ട. മോളെ സൂക്ഷിച്ചു. മോനെ ചന്ദ്രു, വണ്ടി ഒന്ന് നിർത്ത്. അയ്യോ, എന്റെ കോഴിക്കൂട് അടച്ചില്ലല്ലോ. പട്ടി പൂച്ച എടുത്തിട്ട് മൂലല്ലാച്ചിടി. എന്റെ ഭഗവതി, ആരുമില്ലാത്തവരാണേ, ഒന്നും വരുത്തല്ലേ. കൊച്ചമ്മ സമാധാനായിട്ടിരിക്കും, ഒന്നും വരില്ല. കുഴപ്പം വല്ലതും ഉണ്ടോ? കുഴപ്പമുണ്ടാക്കലല്ല ഞങ്ങളുടെ ജോലി. ദേഹി മരുന്ന് കൊണ്ടുവരണം. ഇപ്പൊ തന്നെ വേണോ? പിന്നെ എപ്പോഴാ? ഈ രാത്രി ഇത് എവിടെയാ കിട്ടുക? അത് ഞാനെങ്ങനെ അറിയാനാ? കിട്ടുന്നിടത്ത് കൊണ്ടുവരണം. ഇവിടെ ഒരു മൂശട്ട മൂന്ത. ഏയ് ഏയ്, എന്താടി ശല്യം? നിങ്ങൾ ആള് കൊള്ളാലോ. അവിടെ ഒരു പെണ്ണ് ചക്രശ്വാസം വലിക്കുന്നു, ഇവിടെ ഒരാ കൊടുക്കത്ത ഉറക്കം. പിന്നെ ഞാൻ എന്ത് ചെയ്യാൻ അവിടെ ഒന്ന് കാവലിരിക്കണം? അതൊന്നും വേണ്ട. ദാ, ഈ മരുന്നൊന്ന് വേഗം വാങ്ങിച്ചോണ്ട് വാ. ഈ പാതിരാത്രിയിലോ? എവിടെ കിട്ടാനാ? കിട്ടുന്നിടത്തുനിന്ന്. എനിക്ക് പറ്റില്ല, മരുന്നില്ലാണ്ട് പറയാൻ പറ്റാ മതി. ദേ, ഈ മരുന്നില്ലാണ്ട് അവക്ക് എന്തെങ്കിലും സംഭവിച്ചാലുണ്ടല്ലോ. ഛേ, മനുഷ്യന്മാർക്ക് പറ്റുന്ന ഓരോ പറ്റ്. വല്ല 10,000-10,000 കൊടുത്തിട്ട് പോയാ മതിയായിരുന്നു. പെരയും ബംഗ്ലാവ് ഉണ്ടാക്കാൻ നിന്നതാ. അങ്ങനെ പോയെങ്കിൽ നിങ്ങൾക്ക് മനസ്സമാധാനം ഉണ്ടാവുമായിരുന്നോ? ഉണ്ടാ. ഒരു കാര്യം എനിക്ക് പിടികിട്ടി. വാക്കിലും നോക്കിലും മാത്രമേ ഉള്ളൂ ഈ മൊരപ്പത്തരം. പുറത്ത് കാണുന്ന പോലെ അല്ല ഉള്ളു, അത് പട്ടുപോലെയാ. രമണി എവിടെ കിടക്കുന്നത്? ഏത് രമണി? രാത്രി ഇവിടെ കൊണ്ടുവന്ന മരുന്ന് വാങ്ങിക്കാൻ പറഞ്ഞു. ആ ലേബർ കേസ് അല്ലേ, അത് കഴിഞ്ഞു. പേടിക്കണ്ട, പ്രസവിച്ചു എന്നാ പറഞ്ഞേ. കുഴപ്പമൊന്നും ഉണ്ടായില്ല. മരുന്ന് വേണ്ടി വന്നില്ല. ഇത് എവിടുന്ന് കിട്ടി? കട തുറപ്പിച്ചു. അതിനൊക്കെ മിടുക്കനാണല്ലോ. പെൺകുട്ടിയാ? ആദ്യത്തെ മോളാ. ഞാൻ തുളസിയിലിട്ട് നോക്കി. രവിക്ക് ഉറപ്പായിരുന്നു പെൺകുട്ടിയാവുന്നു. കാണണ്ടേ? വേണ്ട. പിന്നെ വെളുപ്പിനുള്ള വണ്ടിക്ക് ഞാനങ്ങ് പോവും. കടയിൽ ആ ചെക്ക മാത്രമേ ഉള്ളൂ. കൊച്ചമ്മ എന്റെ കൂടെ പോരും. കൊച്ചമ്മയുടെ ജീവൻ കോഴിക്കൂട്ടില്ല. പിന്നെ കഞ്ഞിയും തുണിയും സാധനങ്ങളൊക്കെ കൊണ്ടുവരണം. വരണവരെ ഇവിടെ ഉണ്ടാവണം. ഞാനോ? പിന്നെ അല്ലാണ്ട് ആരാ ഉള്ളേ? അതും കൊള്ളാം. അറിഞ്ഞില്ലേ, നമ്മുടെ രവിയുടെ പെണ്ണ് പെറ്റ്. ഏത്? നമ്മുടെ ചത്തുപോയ രവിയുടെയാ? ആ, അതിനിപ്പോ എന്താ? അത് പതിവുള്ളതല്ലേ? പതിവുള്ളൊക്കെ തന്നെയാ, പക്ഷെ മുഖച്ചായ ചന്ദ്രുവിന്റെയാ. ഒന്ന് പോടാ, വെറുതെ പുളു പഠിക്കാതെ. ഞാൻ കണ്ടില്ലേ, കുന്നിലെ അമ്മണി ചേച്ചി ശങ്കരേട്ടന്റെ മോളും കൂടി കാണാൻ പോയിട്ട് വന്ന് പറഞ്ഞ വിശേഷമാ. ചന്ദ്രു അവിടെ കാവലാ. വെറുതെ അനാവശ്യം പറഞ്ഞു പരത്തരുത്. അവൻ ഈ നാട്ടിൽ വന്നിട്ട് 2-3 മാസമല്ലേ ആയുള്ളൂ. രവി മരിക്കുന്നതിന് മുമ്പ് ഇടയ്ക്കൊക്കെ വരാറുണ്ടായിരുന്നെന്ന്. ദേ, ഞാൻ പറഞ്ഞെടുത്ത് കേട്ട കാര്യം പറഞ്ഞതേ ഉള്ളൂ. എനിക്കൊന്നും അറിയാൻ പാടില്ല. ഞാൻ വിശ്വസിക്കണില്ല. ആ തള്ള ഇത്തിരി കേമിയാണെങ്കിലും
ആ പെണ്ണ് പഞ്ചപാവ. പാവങ്ങളല്ലേ കുഞ്ഞപ്പാ കല ഉടയ്ക്കുന്നേ. കുഞ്ഞപ്പേട്ട ആ, കുറിപ്പണം. ഈ മാസത്തെ നരക്കൊന്ന് ശരിപ്പെടുത്തി തരാൻ മുതലാളിനോട് ഒന്ന് പറഞ്ഞു കേട്ടോടാ. നേരിട്ട് പറഞ്ഞാ മതി. നീ ഇന്ന് വീട്ടിൽ പോകുമ്പോ ഞാൻ ഇന്ന് വരാൻ ഇത്തിരി വൈകുമെന്ന് പറഞ്ഞേക്കാം. ശരി. ഇവന്റെ ഈ പോക്കത്ര ശരിയല്ലല്ലോ. മാറിയില്ലെങ്കിൽ സൈക്കിൾ ചെയ്യാൻ മുട്ടിക്കും. ഓ രമേശനായിരുന്നോ? ഞാൻ വിചാരിച്ചു ആ രാമനാരുടെ അടുത്ത ഗോപി ആയിരിക്കുന്നു. ആ ചെക്കൻ എന്നെ കാണുമ്പോ ഒരു തരം ഇളക്കോ. അതിന് ഇങ്ങനെ വഴി കൊടുക്കാണ്ടിരുന്നാൽ എങ്ങനെ? ദേ എല്ലാവരും എന്നെ പോലെ അല്ല കേട്ടോ. എന്റെ അടുത്ത് വെളുത്തരം കാണിക്കും. എന്റെ അപ്പനോട് പറഞ്ഞ അവനുണ്ടാവില്ല, അവന്റെ സൈക്കിളും ഉണ്ടാവില്ല. ചട്ടമ്പേത്തരത്തിന് മോളിക്കുട്ടിയുടെ കയ്യിലും ഉണ്ടല്ലോ. എവിടെയാ പോയത്? ടൗണില് പരീക്ഷ ഫീസ് അടയ്ക്കും. ഒരു ചായ. രാജമ്മോ, ഓ ചന്ദ്ര ഇങ്ങോട്ട് വന്നോടി. കാലത്ത് വന്നു, മണലും കൊണ്ട് പോയിട്ടുണ്ടാവും. മണിക്കൂർ 3 ഞാൻ അവനെ കാത്തു നിൽക്കാൻ തുടങ്ങിയിട്ട്. ഇങ്ങനെ പറ്റിക്കരുത് മനുഷ്യരെ. എന്തേ? അവിടുന്ന് പോന്നേ പിന്നെ അവനൊന്നും തിരിഞ്ഞു നോക്കിയിട്ടില്ല, 10 കാശും തന്നിട്ടില്ല. ഇങ്ങനെയായാലും എങ്ങനെയാ? നിങ്ങളുടെ മോള് പെറ്റി കിടക്കുന്നതിന് അങ്ങേർക്കെന്താ? ഇതിത്തിരി കടന്ന കൈ ആയിപ്പോയി. ഭാരം മുഴുവൻ താങ്ങാൻ അയാള് നിങ്ങളുടെ ആരാ? അതിന് നിനക്കെന്താ അത്ര വലിയ കണ്ണുകടി? എല്ലാവരും പോലെ നീയും തുടങ്ങിയോ? എനിക്കൊരു കണ്ണേടിയില്ല. പക്ഷേ ഇത്തിരി നേരം നെറിയും കാണിക്കണം. ആ മനുഷ്യൻ കാറ്റത്ത് വീണ കരിയില പോലാണെന്ന് വെച്ച് മുതലാക്കുന്നതിന് ഒരു അതിര് വേണം. നാട്ടുകാർ കേട്ടാ എന്ത് പറയും? എന്തു പറയാനടി? കൂടി വന്നാ പറയും ഞങ്ങൾ വെച്ചോണ്ടിരിക്കുന്നു, അത്രയല്ലുള്ളൂ. അത് ഞങ്ങളങ്ങ് സഹിച്ചടി. അല്ലേ അവളോട് ഒരു നേരും നെറി. ഞാനമ്മല്ലേ ആള്. കോലോത്തും കാവൽ ഉത്സവത്തിന് വന്ന ആനക്കാരൻ മാധവൻ ആനയും വേണ്ട പൂരവും വേണ്ട എന്ന് വെച്ച് കൂടെ കൂടിയതല്ലേ. മോളും ആ ചെക്കനെ സ്നേഹിച്ചു കൂടിയതല്ലേ. ആ വിദ്യകളൊന്നും ജാനമ്മയ്ക്കും മോക്കും ആരും പഠിപ്പിച്ചു കൊടുക്കൊന്നും വേണ്ട. ഈ മനുഷ്യൻ അതിലൊന്നും വീഴുന്ന ആളല്ല. നീ ഒരു കൈ നോക്കിയോടി രാജമ്മേ. നീ പട്ടാപ്പകൽ ഒറ്റയ്ക്കിരുന്ന് കിനാവ് കാണാനോടി? നീ എവിടെ പോയിട്ട് വരണ വഴി? വേലുപ്പള്ളിയിൽ പൂരത്തിന് പോയതാ. കിറുക്കുണ്ടോ ഒറ്റക്കിരുന്ന് ചിരിക്കാൻ? ആ ഒരു തരം കിറുക്ക്. എനിക്ക് എന്തൊരു കൊതിയാന്നോ, ഒരാണിന്റെ പിന്നാലെ പുടവയും ചുറ്റി മുറുക്കി ചോപ്പിച്ച് കളിതമാശയും പറഞ്ഞ് ഉത്സവത്തിന് പോവാൻ. എന്നെ ഒരു ഉത്സവത്തിന് കൊണ്ടുപോവോ? വരും ആ വഞ്ചിക്കാര മാപ്പിള. വരില്ല. വന്നാലും അടിച്ചതിനകത്ത് കേറ്റൂല. ദുഷ്ടൻ. നിങ്ങൾക്കതൊന്നും അറിയില്ല. പെണ്ണ് പഴിച്ചതിലേ കുറ്റമുള്ളൂ. പഴിപ്പിച്ചവന് ഒരു കുറ്റമില്ല. കൊല്ലണം എല്ലാറ്റിനെയും. ചിരിച്ചോ? അതല്ലേ കഴിയും എല്ലാവർക്കും. മാനവും ജീവിതവും പോയി, കുടുംബം തകർന്നു. എല്ലാരും ചിരിക്കായിരുന്നിട്ടും
ഇവരുടെയൊക്കെ മുന്നിൽ ഞാൻ ജീവിച്ചു. പിഴച്ചുണ്ടായതാണെങ്കിലും എന്റെ കുഞ്ഞിനെ ജീവനോടെ തന്നാ മതിയായിരുന്നു. അതും തന്നില്ല ദൈവം. വേണ്ട. നീ പോവാ? കൊള്ളാം, നന്നാവുന്നുണ്ട്. അരമണിക്കൂറായി കണ്ണാടി നോട്ടം തുടങ്ങിയിട്ട്. നീ പോടാ. ചേച്ചിയുടെ മനസ്സിൽ ഏതാണ്ടുണ്ട്. കുറച്ചു നാളായി ഞാൻ കാണുന്നു. പണ്ടെങ്ങുമില്ലാത്ത ഒരുക്കവും വർത്തമാനത്തിനൊരു മയവും. എന്താ കാര്യം? ഞാനേ കല്യാണം കഴിക്കാൻ പോവാ. ആരെ? ഒരു മോരിക്കുട്ടിയെ. ഏ? വായിക്കണ്ട, നല്ല രസമുണ്ട്. ചായക്കാണോ? അയ്യോ, തീ കെടുത്തി. വേണമെങ്കിൽ ഇപ്പൊ ഇട്ട് തരാം. വേണ്ട, ഞാൻ അങ്ങാടിന്ന് വിളിച്ചോളാം. കേറിയത് വേറൊരു കാര്യം പറയാനാ. നാളെ രമണീനെ ആശുപത്രിയിൽ നിന്ന് കൊണ്ടുവരാ. വരത്തില്ലേ? വണ്ടിക്കാ? വണ്ടിക്ക് ഇത്തിരി പണിയുണ്ട്, ബസ്സിന്. അല്ലെങ്കിൽ ഞാനില്ല. വേണ്ട, ഞാൻ വന്നാ വരാണ്ടിരിക്കുക നല്ലത്. എങ്കിൽ എനിക്ക് പോകണ്ടല്ലോ വെച്ചിട്ടാ. ശല്യമായി. ഒന്ന് നിന്നേ, ഒരു കാര്യം ചോദിച്ചോട്ടെ? ആ തള്ളേനെ ഇഷ്ടാ? എന്താ അങ്ങനെ ഒരു ചോദ്യം? ഒന്നുമില്ല. എനിക്കങ്ങനെ പ്രത്യേകിച്ച് ആരോടും ഇഷ്ടമൊന്നുമില്ല. രമണിയോട്? നീ എന്റെ വായിരിക്കണ നല്ല വാക്ക് കേൾക്കണം. അതിനാണ് ഈ വക ചോദ്യങ്ങളൊക്കെ. ചേച്ചി, മൂരിക്കുട്ടിയാണോ? മൂരിക്കുട്ടിയല്ല, പോത്ത്. കുഞ്ഞപ്പോ, ഓ ഒരു കാഴ്ച കണ്ട? കുഞ്ഞപ്പോ, ഇപ്പൊ കേട്ടതില് കഴമ്പുണ്ടോ ഇല്ലയോ? സംഗതി കോളാണ്. കറവേയും കുട്ടി അടക്കമാണല്ലോ കിട്ടിയത്. ഞാൻ പിടിച്ചോളാം. ചന്ദ്രേട്ടൻ വരണമെന്നില്ല. ആളുകൾ പറയുന്നു കേട്ടോ. ആളുകളെ പേടിച്ച് ജീവിക്കാനൊക്കോ? മോവാ, ഇവളിങ്ങനെയൊക്കെ പറയും. ഞാൻ വരാം, നിങ്ങൾ വിളിക്കോ. വരണുണ്ട്. നിന്റെ ബലത്തിലാ ഞാൻ പറഞ്ഞത്. കുഞ്ഞപ്പാ, എന്തോ ഒരു കാഴ്ച കൂടെ ഉണ്ട്, അതുകൂടെ കണ്ടോ? തിരിച്ചു ചോദിക്കണമെന്ന് മോഹമുള്ളവർ ഇപ്പൊ ചോദിക്കണം. രാത്രി പാത്രം പതുങ്ങി വന്നേക്കരുത്. പൊയ്ക്കോട്ടെ.
രാജമ്മ ചേച്ചിയോ? ചേച്ചിയെ പിന്നെ കണ്ടേയില്ലല്ലോ ഇങ്ങോട്ട്. കടയിൽ ആള് വേണ്ടേ? ആഹാ, കുളി കഴിഞ്ഞ് സുന്ദരിയായി പൊട്ടൊക്കെ തൊട്ട് ഇരിക്കുകയാണ് എന്റെ മോള്. ഓ കരയല്ലേ എന്റെ പൊന്ന്, കരയല്ലേ. വല്യമ്മ ഒരു സാധനം തരാ എന്റെ മോക്ക്. കൈ നിറച്ച് കരിവള. എന്തിനാ ചേച്ചി ഇതൊക്കെ? എന്റെ പൊന്നിനാ അല്ലേ, എന്റെ തങ്കക്കുടത്തിന്. ആ എപ്പ ഓ ആ ഇനി ഈ കൈ. ആ അങ്ങനെ. മൂപ്പര് വന്നില്ലേ? ആരാ? ചന്ദ്രേട്ടനോ? ഉം. വന്നു. മടുത്തിട്ടുണ്ടാവും ഞങ്ങളെ കൊണ്ട്. പാവം, നാട്ടുകാർ അതും ഇതൊക്കെ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. നാട്ടുകാര് പറയണ എന്തിനാ? നിന്റെ അമ്മ പറയിപ്പിക്കണതാ. ഞാൻ എന്താണ് പറയിപ്പിക്കുന്നത്? ദേ തണ്ടും തടിയുള്ള ആണുങ്ങളെ കാണുമ്പോഴേ ചിലർക്ക് ഇരിക്ക പൊറുതിയില്ലെന്നറിയാം. ആ ആശൊന്നും നടക്കില്ലടി. കൊച്ചമ്മേ, ഞാൻ നിങ്ങളോടൊന്നും പറഞ്ഞില്ല. എന്റെ അറിയത്ത് വന്നിരുന്ന നീ പിന്നെ ആരോടാടി പറഞ്ഞേ? കടവത്ത് വന്നു പോണ ആണുങ്ങളെ കണ്ണും കൈയും കാണിക്കാൻ നീ അത്ര നേരുകാര്യൊന്നും ആവണ്ട. ദേ തള്ളേ, തോന്നിയാസം പറഞ്ഞ വയസ്സും പ്രായമൊന്നും ഞാൻ നോക്കില്ല. നീ എന്ത് ചെയ്യോടി? അമ്മയ്ക്കൊന്നും മിണ്ടായിരിക്കാവോ? എടി, എന്റെ കൊച്ചിന് എന്തിനാ അവളുടെ കയ്യിൽ കൊടുത്തത്? കൊല്ലുവിളി അമ്മേ, അയ്യോ, എന്റെ കൊച്ചങ്ങ് തളർന്നു പോയി. ചേച്ചി എന്തു പറ്റിയട മോനെ? പോട്ടട മോനെ. അയ്യോ കണ്ണ. മനുഷ്യന്മാരായ നന്ദി വേണം, നന്ദി. ചത്താലും ജനിച്ചാലും ആളല്ലാതെ വേറെ ആരെങ്കിലും ഉണ്ടോ തിരിഞ്ഞു നോക്കാൻ? ഓ, അവളില്ലെങ്കിൽ ഞങ്ങളിവിടെ നിന്ന് കൂരി പൊളിച്ചു പോയേനെ. അവൾ ആരാ മോളെന്നറിയാമോ? അറിയാം. മറ്റു പലരെക്കാളും ഭേദമാണ് അവള്. കേട്ടോടി, ഈരിയും പാമ്പും പോലെ ഇരുന്നതാ. ഇപ്പൊ കണ്ട അങ്ങനെയാ മിടുക്കുള്ള പെൺകുട്ടിയോളൂ. അസത്ത് നാശം പിടിച്ചത് എന്റെ വയറ്റ് ജനിച്ചുള്ളു. അവളുടെ ഒരു സോപ്പും പൗഡറും നാശിച്ചവള് വരട്ടെ കോട്ട്. അവൾ എന്നോടെ കളിക്കുന്നതല്ലേ? ആ തള്ള എന്റെ അടുത്ത് വരാതിരിക്കില്ല. തുപ്പം ഞാൻ അവരുടെ മുഖത്ത് നോക്കി. കള്ളക്കരച്ചില്. നിന്റെ ആരാടി ചത്തേ? നീ എന്തിനാ വലിഞ്ഞേറി പോയതങ്ങോട്ട്? വേറെ ആരെയും കാണാനല്ല, ആരെയും വലവീശി പിടിക്കാനല്ല. ആ കുഞ്ഞുങ്ങളെ കണ്ട എന്റെ മനസ്സലിഞ്ഞു പോ. നിന്റെ പഴയ സ്വഭാവം നല്ലത്. ഈ കണ്ണീരും കൈയൊന്നും നിനക്ക് ചേർച്ചയല്ല. എല്ലാം മാറ്റിയെടുക്കല്ലേ? ആര്? ഇയാള്. ഞാനോ? ഞാനൊരു പെണ്ണാ. ഒരാണിന്റെ ചൊൽപ്പടിക്ക് നിൽക്കാൻ, തല്ലുകൊള്ളാൻ, വെച്ചു വിളമ്പാൻ. തിരിച്ചു പോകുമ്പോ എന്നെയും കൊണ്ടുപോവോ? പഴയ സൂക്കേട് വീണ്ടും തുടങ്ങിയോ? പ്രേമം. എനിക്ക് പ്രേമം ഒന്ന് കേൾക്കുന്നതേ കലിയ. എന്നോടും? നീ ആരാ, ശീലാവതിയോ? അനിയൻ ഉറങ്ങിയില്ലേ? തിരിച്ചു പോകാറായപ്പോ എന്താ മനസ്സ് കൊളുത്തിരിക്കുന്നത്? ഒന്നുമില്ല. നാട്ടിലേക്ക് എന്ന് പോകും? ഒരാഴ്ചക്കുള്ളിൽ. ഇനിയും നീളണ്ട. ഞാൻ പറഞ്ഞില്ലേ, വൈകും തോറും പെട്ടുപോകും. എന്നെ കണ്ടില്ലേ? വയനാട്ടിൽ ഒരു പെങ്ങള് താമസിക്കുന്നുണ്ട്. എന്നെ ഇടയ്ക്കിടയ്ക്ക് വന്ന് വിളിക്കും. അവിടെ വീട്ടിലൊരാളില്ല. അളിയും പട്ടാളത്തിലാ. എന്നാലും പോവാൻ തോന്നുന്നില്ല. ചത്ത വരെ ഒരുത്തനും ഇവിടെ തിരിഞ്ഞു നോക്കില്ല. നിങ്ങൾക്ക് ഭാര്യയും കുട്ടികളൊന്നുമില്ലേ? മറന്നത് അതൊരു കാര്യമാ. എന്നും 25 വയസ്സായിരിക്കും എന്നാ കരുതിയത്. അല്ല, ഇപ്പുണ്ടായിരുന്നെങ്കിൽ നമ്മൾ നോക്കൂന്നല്ല. വല്ലയിടത്തും കിടന്ന് ചത്ത് നാറിയ നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാതിരിക്കാനെങ്കിലും വലിച്ചു കുഴിച്ചു മൂടല്ലോ. ഇനിയിപ്പോ ടൗണിൽ നിന്ന് മുനിസിപ്പാലിറ്റിക്കാർ വരണം. അതും അവർക്ക് തോന്നിയാൽ. കിടന്നോ, അതൊന്നും ആലോചിച്ചാൽ ഉറക്കം വരില്ല. ആ
ചേച്ചി, മോളിക്കുട്ടി, മോളിക്കുട്ടി. അയ്യോ പാവം, പേടിച്ചു പോയി. ഞാൻ പേടിച്ചൊന്നുമില്ല. ആഹാ, ആ പിന്നെ ചേച്ചി എന്തേ? എല്ലാരും പള്ളിയിൽ പോയിരിക്കുക. ആ ഇറച്ചി അവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട്, ഞാൻ പോവാ. ഇത്തിരി കഴിഞ്ഞു പോവാം. മോളിക്കുട്ടി, എടാ പട്ടി, നിക്കടാ അവിടെ, നിക്കാൻ, നിക്കടാ അവിടെ, നിക്കാൻ. രമേശ, എന്താണ് കിടന്ന് ഓടുന്നത്? എടാ, എന്താണ് കിടന്ന് ഓടുന്നതെന്ന്? രമേശ, വാടി ഇവിടെ, ഒരു കൊല്ലും നിന്നെ. എന്താ ഉണ്ടായി? എഴുന്നേറ്റ് പൊടിയാത്ത. അപ്പച്ചനോട് ഞാൻ പറഞ്ഞിട്ടുള്ളതാ, കണ്ട ചെക്കന്മാരെ ഒന്ന് അകത്ത് കയറ്റരുതെന്ന്. പോകുന്നുണ്ടോ അപ്പുറത്ത്? രമേശ, രമേശ, നീ ഒന്നും കഴിക്കുന്നില്ലേ? എന്തു പറ്റി എന്റെ മോന്? ഒന്നുമില്ല. പിന്നെ നീ എന്താ വല്ലാതിരിക്കുന്നേ? ഞാനിനി മുതലാളിയുടെ അവിടെ ജോലിക്ക് പോണില്ല. എന്തു പറ്റി? ഒന്നുമില്ല, എനിക്കിഷ്ടല്ല. ഇവളെ കൊല്ലണ്ട, ഇവളെ. ഞാൻ എന്ത് ചെയ്യാനാ? അവളെ ഇവിടെ ഒറ്റയ്ക്കാക്കിട്ട് പോ. നിന്നോടാരാ പറഞ്ഞേ? പള്ളി പോയപ്പോ അവളെ കൂടെ കൊണ്ടുപോകാറില്ലേ? അതാ ഇപ്പൊ കുറ്റം. വരണില്ല എന്ന് പറഞ്ഞാൽ തല്ലി കൊണ്ടുപോകാൻ പറ്റുമോ? പ്രായമായൊരു പെണ്ണ, എല്ലാരും ശ്രദ്ധിക്കേണ്ടതാ. നിനക്കാ കിട്ടാൻ പോകുന്നേ. അവളെ ഞാൻ പറഞ്ഞു കേട്ടില്ലേ? അവളോട് തട്ടിക്കയറിയിട്ട് എന്താ കാര്യം? അവൾ പറയുന്നത് സത്യമല്ലേ? നിനക്ക് ഇവിടെ വീട്ടുകാര്യങ്ങൾ അന്വേഷിക്കാൻ എവിടെയാ നേരം? എനിക്ക് പണിക്ക് പോണ്ടേ? 19 പേര് നിത്യവും പണിയുന്നതാ. ഓ, നീ അവിടെ പെറ്റി കിടന്നില്ലേ? ഈ പണി നടക്കേല. രാത്രിയിൽ എന്താ പണി? മണലെടുക്കുന്നോ? ഒന്നും അറിയാഞ്ഞിട്ടല്ല, മൂത്തോര് കാണിച്ചു കൊടുക്കണല്ലേ താഴെയുള്ളവര് പഠിക്കണേ. അപ്പനും വലിയ കാര്യമൊന്നും പറയണ്ട, എനിക്കറിയാം ചിലതൊക്കെ. വെറുതെ നമ്മൾ തമ്മിൽ ചെളിതാരി അറിയാണ്ട് ഇതിനെന്താ വേണ്ടെന്ന് വെച്ചാൽ ആലോചിക്കും. ഇനിയിപ്പോ ഒന്നും ചെയ്യാനില്ല. പെണ്ണിനെ കെട്ടിച്ചുവിടാൻ നോക്ക്, അല്ലാതെ ബഹളം ഉണ്ടാക്കി നാട്ടുകാരെ അറിയിക്കാനാ? നീ എന്താടി പറഞ്ഞു വരുന്നേ? അവനെ വെറുതെ വിടാനോ? എങ്കിൽ സണ്ണിച്ച മേപ്പള്ളി കൊച്ചോടെ മോനല്ല. അപ്പൊ നമ്മുടെ പെണ്ണിന്റെ ഭാവി? അവളുടെ ഭാവിക്ക് ഒരു കുഴപ്പമില്ല. മേപ്പുള്ളി കൊച്ചുവർക്കോടും മക്കളോടും കളിച്ചാ ആ കളി തലതെറിക്കുന്ന കളിയാ. അത് അറിയിച്ചു കൊടുക്കണം. മനസ്സിലാവുന്നുണ്ടോ നിനക്ക്? എന്നാ ഉറക്കളക്കാണ്ട് പോയി കിടക്ക്. പടി.